നമസ്കാരം. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന പാചകവാതക ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന നിർണായകമായ പല മാറ്റങ്ങളും 2026 മെയ് 1-ാം തീയതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ തന്നെ സ്വാധീനിക്കുന്ന വില വ്യതിയാനങ്ങൾക്കൊപ്പം തന്നെ സിലിണ്ടർ ബുക്കിംഗ് നടപടിക്രമങ്ങളിലുമൊക്കെ തന്നെ അതുപോലെ തന്നെ ഡെലിവറി സുരക്ഷാ മാനദണ്ഡങ്ങളിലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയ പരിഷ്കാരങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ വിതരണത്തിലെ ക്രമക്കേടുകളൊക്കെ തന്നെ തടയാനും ലക്ഷ്യമിട്ടാണ് ഈ പുതിയ നീക്കങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും ഈ പ്രധാന മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് കാണുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതിലേറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അത് ഇരട്ടടിയായിട്ട് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ കുത്തനെയുള്ള വില വർധനവാണ്. വാണിജ്യ സിലിണ്ടറിന് 993 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. 19 കിലോഗ്രാം സിലിണ്ടറിന് 3085 രൂപയായിരിക്കുകയാണ്. നേരത്തെ ആകട്ടെ വില 2092 രൂപയായിരുന്നു. വലിയ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒറ്റത്തവണ 1000 രൂപയ്ക്കടുത്ത് സിലിണ്ടറിന് വർദ്ധിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ വില 3085 രൂപയായി. തിരുവനന്തപുരത്ത് 3106 രൂപയും വർധനവുണ്ട്. തിരുവനന്തപുരത്ത് 3106 രൂപയിലേക്കാണ് വർധനവ്. കോഴിക്കോട് 3117 രൂപയായിരിക്കും സിലിണ്ടറിന് ഈടാക്കുക. ഇനി അതുപോലെ തന്നെ മെയ് മാസം മുതൽ നിലവിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അത് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനിടയിലുള്ള ആ ഒരു കാലപരിധിയാണ്. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് 25 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിലിണ്ടറിനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കൂ. മുൻപ് ഇത് 21 ദിവസമായിരുന്നു. ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് ഈ കാത്തിരിപ്പ് കാലാവധി 45 ദിവസം വരെയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാചകവാതകം ഉപയോഗിക്കുമ്പോൾ ഇനി മുതൽ കൂടുതൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആവശ്യമായിട്ട് വരും. സിലിണ്ടർ തീരുന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ മാത്രം ബുക്കിംഗ് നടത്തുന്നവർക്ക് ഈ പുതിയ സമയപരിധി വലിയ തിരിച്ചടിയായേക്കാം. അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് OTP അധിഷ്ഠിത ഡെലിവറി സംവിധാനം ഇനി മുതൽ കർശനമാക്കിയിരിക്കുകയാണ്. ഗ്യാസ് ഏജൻസിയിൽ നിന്ന് സിലിണ്ടറുമായിട്ട് എത്തുന്ന ഡെലിവറി ബോയ്ക്ക് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന 4 അക്ക OTP നമ്പർ കൈമാറിയാൽ മാത്രമേ സിലിണ്ടർ ഇനി നിങ്ങൾക്ക് കൈപ്പറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. സിലിണ്ടറുകളൊക്കെ തന്നെ മോഷ്ടിക്കപ്പെടുന്നത് തടയാനും അതോടൊപ്പം തന്നെ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തന്നെ ഗ്യാസ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുമാണ് ഈ ഒരു സംവിധാനം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. OTP നൽകാത്ത പക്ഷം ഡെലിവറി പൂർത്തിയാക്കാൻ വിതരണക്കാർക്ക് സാധിക്കില്ല എന്നതിനാൽ തന്നെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാ ഉപഭോക്താക്കളും ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ ലഭിച്ചവർക്ക് ആധാർ KYC പൂർത്തിയാക്കുന്നത് ഇനി മുതൽ നിർബന്ധമാണ്. ഓരോ സാമ്പത്തിക വർഷത്തിലും ഒരിക്കലെങ്കിലും ഈ നടപടി പൂർത്തിയാക്കിയവർക്ക് മാത്രമേ സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതുവരെ KYC അപ്ഡേറ്റ് ചെയ്യാത്തവർ ഉടൻ തന്നെ അടുത്തുള്ള ഗ്യാസ് ഏജൻസിയെ സമീപിച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ മുഖേനയോ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പൂർത്തിയാക്കേണ്ടതാണ്. ഇത്തരത്തിൽ രേഖകൾ കൃത്യമാക്കാത്തവരുടെയൊക്കെ തന്നെ സബ്സിഡി തുക തടഞ്ഞു വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നേരത്തെ തന്നെ ഈ നടപടി പൂർത്തിയാക്കിയവർ അത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാചകവാതക സിലിണ്ടറുകൾക്ക് പകരമായിട്ട് പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതകം PNG പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളുമായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. പൈപ്പ് ലൈൻ സൗകര്യങ്ങളൊക്കെ തന്നെ നിലവിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിശ്ചിത ദിവസത്തിനകം തന്നെ നിങ്ങൾ PNG കണക്ഷനിലേക്ക് ഉടൻ മാറേണ്ടി വരും. ഇത്തരത്തിൽ മാറാതിരിക്കുന്നവരുടെയൊക്കെ തന്നെ LPG വിതരണം ഭാവിയിൽ നിർത്തലാക്കാനോ അല്ലെങ്കിൽ അധിക ചാർജ് ഈടാക്കാനോ സാധ്യതയുണ്ട്. പരിസ്ഥിതി സൗഹൃദവും അതോടൊപ്പം തന്നെ സുരക്ഷിതവുമായിട്ടുള്ള ഇന്ധനം എന്ന നിലയിലാണ് പൈപ്പ്ഡ് ഗ്യാസിന് കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ നൽകുന്നത്. കൂടുതൽ നഗരങ്ങളിലേക്ക് ഈ സംവിധാനം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ അതിവേഗം ഇപ്പോൾ നടന്നു വരികയാണ്. ഇനി അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് രീതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അറിഞ്ഞിരിക്കുക. ഇന്നത്തെ കാലത്ത് വളരെ ലളിതമായ രീതിയിൽ സിലിണ്ടറുകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാൻ ഗ്യാസ് ഏജൻസിയുടെ ഔദ്യോഗിക നമ്പറിൽ ഹായ് അല്ലെങ്കിൽ റീഫിൽ എന്ന് അയച്ചാൽ മതിയാകും. ഇതുകൂടാതെ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിന്നുള്ള മിസ്ഡ് കോൾ വഴിയോ അല്ലെങ്കിൽ SMS വഴിയോ ബുക്കിംഗ് നടത്താൻ സാധിക്കും. ഇൻ്റർനെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ബുക്ക് സിലിണ്ടർ എന്ന ഓപ്ഷൻ വഴി പണം അടയ്ക്കാനും സിലിണ്ടറിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാനും സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, എപ്പോഴും അംഗീകൃത ആപ്പുകൾ മാത്രം ഇതിനായിട്ട് ഉപയോഗിക്കുക. LPG വിതരണവുമായി ബന്ധപ്പെട്ട് ഈ മെയ് മാസം മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട അറിയിപ്പുകളൊക്കെയാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാ പ്രേക്ഷകരിലേക്കും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.